സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും നല്ലോണം പ്രസൻറ്റബിൾ ആയിട്ട് പോകാനായിട്ട് നല്ല ഇഷ്ടമാണ്. പക്ഷേ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ? സമയമില്ല എന്നുള്ളതാണല്ലേ. അപ്പോൾ മേക്കപ്പിനൊക്കെ വേണ്ടി നമുക്ക് സമയം കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഓഫീസിലേക്ക് പോകുമ്പോഴാണെങ്കിലും ശരി, അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കാഷ്വലി ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു ബ്രഞ്ച് ഉണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല പ്രസൻറ്റബിൾ ആയിട്ട് പോകാൻ വേണം. ഇന്ന് അത്ര സമയമില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് റെഡി ആവേണ്ടതെന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറയാം. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യണതാണ്. ലൈക്ക് ഷൂട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, അതല്ല ജസ്റ്റ് ഒന്ന് ലൈക്ക് പുറത്തേക്ക് പോകാൻ, ആരെങ്കിലും മീറ്റ് ചെയ്യാൻ, ഗൂഗിൾ മീറ്റ് ഒക്കെ ഉള്ളപ്പോൾ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബേസ് റെഡി ആക്കുക എന്നുള്ളതുണ്ട്. അതിനായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ തന്നെ ഇടുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നില്ല, നമ്മുടെ ഓൾറെഡി കുറേ വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് മേക്കപ്പിൻ്റെ ബേസിലേക്ക് കടക്കാം അല്ലേ. നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും എപ്പോഴും ഇടണം എന്നുണ്ടാവില്ല അല്ലേ. എന്നാൽ നമുക്ക് പറ്റിയ BB ക്രീം കിട്ടിയെന്നും വരില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഫൗണ്ടേഷൻ കുറച്ച് ഡാർക്കറാണ്, അത് മാത്രമല്ല കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസറായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ കണ്ടോ, ഇപ്പോഴത്തെ ഒരു ബേസ് കാണാനല്ലേ നല്ല ഡ്യൂയി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലുക്ക് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിലൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാണ്. ഈസിലി നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. മോയ്സ്ചറൈസറും കൂടി ഉള്ള കാരണം നല്ല ഒരു കൺസിസ്റ്റൻസിയിലാവും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈസിലി ബ്രഷ് വെച്ചിട്ടും കൈ വെച്ചിട്ടും ഒക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് മാത്രമല്ല നല്ലൊരു ഡ്യൂയി ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാർക്കർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ ഒരു പൊടിക്ക് ഒന്ന് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല സെറ്റായിട്ട് ഉണ്ടാവും കേട്ടോ. ഇത് ഓൾറെഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ മതി. മോയ്സ്ചറൈസറിന് പകരമാക്കി എടുക്കേണ്ട കേട്ടോ. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ നമ്മൾ എന്തായാലും ചെയ്യണം. അതിന് മീതെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിനി പ്രത്യേകം BB ക്രീം ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും മോയ്സ്ചറൈസറിൽ അല്ല, നേരെ തിരിച്ചാൽ രണ്ടും ഓക്കെയാണ്. എന്നുവെച്ചാൽ മോയ്സ്ചറൈസറിൽ ഫൗണ്ടേഷൻ മിക്സ് ചെയ്യുക, രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ്. അതെല്ലാം നമുക്ക് നോക്കുക. കുറച്ചും കൂടി കവറേജ് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഫൗണ്ടേഷനും കുറച്ച് മാത്രം മോയ്സ്ചറൈസർ എടുക്കാവുന്നതാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതൊരു മോയ്സ്ചറൈസർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഫേസിൽ ഡോട്ട് ചെയ്യുക, എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നല്ല സൂപ്പർവാണ്. ഇപ്പോൾ എൻ്റെ ബേസ് അതാണ്, നന്നായിട്ട് ലൈക്ക് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അടുത്ത് നമുക്ക് കൺസീലറും കൂടി ഇടാം. അത് നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ എനിക്കൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിലുള്ളവരാണെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കുകയാണെങ്കിൽ പല പല കളേഴ്സാവും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഒരു ലൈറ്റർ കളറാവും, താടിയുടെ അവിടെ ഡാർക്കറാവും. മിക്കവാറും ആളുകൾക്ക് താടിയുടെ അവിടെയാണ് ഡാർക്ക്നെസ് ഉണ്ടാവാറില്ല. പിന്നെ കുറേ പേർക്ക് ഫോർഹെഡിലുണ്ടാവും. എനിക്ക് കൂടുതൽ ഡാർക്ക്നെസ് ഉള്ളത് താടിയുടെ അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് കൺസീലർ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്, എനിക്കും ഉണ്ട് കേട്ടോ. നമ്മൾ സ്ക്രീൻ നോക്കണേൻ്റെയാണ് കൂടുതൽ. ഇത്രയും ഹാർഷ് ലൈറ്റിൻ്റെ താഴേക്ക് ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഈ പറഞ്ഞ പോലെ കൺസീലർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു കുട്ടി ലേശം ഇട്ടാൽ മതി. അത് കണ്ണിൻ്റെ താഴെ ജസ്റ്റ് 2 ഡോട്ട് ഈ കാണിക്കുന്ന പോലെ, അതേപോലെ തന്നെ താടിയുടെ അവിടെ കുറച്ച് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇത്രയേ ആവശ്യമുള്ളൂ. പണ്ടത്തെ പോലെ നമുക്കൊരു ഇൻവേർട്ടഡ് ട്രയാങ്കുലർ ഫോമിലൊന്നും നമുക്ക് കൺസീലർ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ബേസ് മേക്കപ്പ് നല്ല സൂപ്പറായിട്ട് സെറ്റ് ആവും എന്നുള്ളതാണ്. അടിപൊളിയാണ്. അധികം ലൈക്ക് കൺസീലർ ഒന്നും യൂസ് ചെയ്യണം. ജസ്റ്റ് ഇത്ര മാത്രം യൂസ് ചെയ്താൽ നല്ലൊരു ബേസ് മേക്കപ്പ് നമുക്ക് കിട്ടണതായിരിക്കും കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്, നമുക്ക് ഐ ഷാഡോയിലേക്ക് കടക്കാമല്ലോ. അപ്പോൾ ഐ ഷാഡോ എല്ലാവർക്കും ഒന്നും ഇടാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല, ചിലർക്കൊന്നും അറിയുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ. മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്കില്ലാണ്. അതും ഓൾ ഓഫ് എ സഡൻ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എസ്പെഷ്യലി ഐ ഷാഡോ, അതേപോലെ വിങ് ലൈനർ, ഇതൊക്കെ നമുക്ക് കുറച്ച് പ്രാക്ടീസിൽ കിട്ടുന്നതാണ്. പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഐ ഷാഡോ ലുക്സ് ഉണ്ട്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് NYBയുടെ ഐ ഷാഡോ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ തുറക്കുമ്പോൾ തന്നെ കാണാം. ഇത് കണ്ടോ, ഇങ്ങനെ ഇഷ്ടം പോലെ ഐ ഷാഡോസ് ഉണ്ട്. 36 ഐ ഷാഡോസ് ആണ് കേട്ടോ ഉള്ളത് ഇതിൽ. അപ്പോൾ ഒറ്റൊരു ഐ ഷാഡോയിൽ തന്നെ ഇത്രയധികം ഓപ്ഷൻസ് ആണ് കേട്ടോ നമുക്ക് കിട്ടണത്. 36 ഐ ഷാഡോസിൽ 18 മാറ്റ് ഷെയ്ഡ്സും ഉണ്ട്, 18 ഷിമ്മറി ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളി മിക്സ് ആണ്. നമുക്ക് ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ളതും അതേപോലെ തന്നെ പാർട്ടി വെയറിനും ഫംഗ്ഷൻ വെയറിനും ഒക്കെ പറ്റിയിട്ടുള്ള ഡിഫറെൻറ്റ് ഐ ഷാഡോസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ ലുക്കിൽ നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ടുള്ള ഷിമ്മർ ഷെയ്ഡ്സും ഒക്കെ അവൈലബിൾ ആണ്. നല്ല ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്, ഷാംപെയിൻ ഷെയ്ഡ് ഉണ്ട്, അങ്ങനെ അടിപൊളിയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഡാർക്ക് സ്കിന്നിൽ സ്വാച്ച് ചെയ്യുമ്പോഴും
നന്നായിട്ട് എടുത്തറിയുന്നുണ്ട്. പലപ്പോഴും ഐ ഷാഡോസിൻ്റെ ഒരു പ്രശ്നം പിഗ്മെൻറ്റേഷൻ ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഫെയർ സ്കിന്നിൽ എടുത്തറിയായിരിക്കും, പക്ഷേ നമ്മുടെ ഡാർക്ക് സ്കിന്നിൽ, ഡസ്കി സ്കിന്നിൽ അറിയണമെങ്കിൽ നല്ലോണം പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടാവണം. അപ്പോൾ അത് ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഐ ഷാഡോസ് ആണ് കേട്ടോ. നല്ല ക്രീമിയാണ്, ഈസിലി നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള ഈസി ഐ ഷാഡോ ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്ത് വെച്ചാൽ ഡാർക്ക് കളറായ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷം ഒരു ബ്രൗൺ എടുത്തിട്ടുണ്ട്, പിന്നെ അതിനുശേഷം ഒരു ലൈറ്റർ റെഡ് എടുത്തിട്ടുണ്ട്. അതായത് ഡാർക്ക് കളറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റർ കളറിലേക്ക് പോകും. അപ്പോൾ 36 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം നടുവിലായിട്ടാണ് ഒരു ഗോൾഡൻ ഷാമ്പെയിൻ ഷെയ്ഡ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഏറ്റവും ഇന്നർ കോർണേഴ്സിൽ ഒരു പീച്ച് ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ വേണ്ടത്, നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഈസിലി നമുക്ക് നല്ലൊരു ഐ ഷാഡോ ലുക്ക് കിട്ടും. പിന്നെ എന്താ വെച്ചാൽ ഓരോ തവണ ചെയ്യുമ്പോഴും ഓരോ ലുക്കായിട്ടാവും ഉണ്ടാവുക. കാരണം പലപ്പോഴും കളേഴ്സ് എടുക്കുന്നതിൻ്റെ ഇതൊരു മാറ്റം ഉണ്ടാവുമല്ലോ. ജസ്റ്റ് നമുക്ക് ടൈനി ലിറ്റിൽ ബിറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് നടുവിൽ മാത്രം വെച്ച് കൊടുക്കാവുന്നതാണ്. എവറി ഡേക്ക് പറ്റിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐ ഷാഡോ ലുക്കാണ്. ഇതൊരു 1000 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എഗെയിൻ ഡിസ്കൗണ്ടിലൊക്കെ കിട്ടും. ഇത് NYB ഐ ഷാഡോ പാലറ്റ് ആണ്. നല്ല കോമ്പാക്റ്റ് ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ട്രാവലിനൊക്കെ പോകുമ്പോൾ ഈസിലി കൊണ്ടുപോകാവുന്നതാണ്. സ്ലീക്ക് പാക്കേജിങ് ആണ്, അതാണ് എടുത്തു പറയേണ്ടത്. സൂപ്പർ പിഗ്മെൻറ്റഡ്, അതുപോലെ തന്നെ ക്രീസായി പോകുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ട് കുറേ നേരമായിട്ടോ, ഒരു 3 to 4 hours എങ്കിലും മിനിമം ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ തന്നെ ഞാൻ ഷൂട്ടിനൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഒരു 6, 7, 8, 9 hours ഒക്കെ ഇട്ടാൽ പോലും ഒട്ടും തന്നെ അങ്ങനെ ക്രീസ് ആവുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതാ ബ്ലഷ് ആയിട്ട് ഇത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അതൊരു ക്വിക്ക് ഹാക്കാണ് കേട്ടോ. നമുക്ക് ഐ ഷാഡോ തന്നെ നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഷെയ്ഡ് ഇതിലുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 1-2 ഷെയ്ഡ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കണ്ടിട്ടുള്ള ലൈക്ക് ഒരു നല്ലൊരു ഏർത്തി ടോണാണ് കേട്ടോ, ഏർത്തി പിങ്ക് ടോണാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബ്ലഷ് ആയിട്ട് ഇടുന്നത്. അതൊരു നല്ല ഹാക്കാണ്. നമുക്കിനി പ്രത്യേകം ബ്ലഷ് വേറെ അങ്ങനെയൊന്നും വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് ഐ ഷാഡോ ഇട്ടപ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട്, ഈ പെർട്ടിക്കുലർ ഐ ഷാഡോ ഒട്ടും പാച്ചി അല്ല. NYBയുടെ ഈ ഐ ഷാഡോ എന്ന് പറയുന്നത് ഒട്ടും തന്നെ പാച്ചി അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിലി ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കില്ല. അപ്പോൾ ബ്ലഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല ഈവൻ ആയിട്ട്, നല്ല രസമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈലൈറ്റർ ആണെങ്കിൽ ഒരു ഷാമ്പെയിൻ ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇനി ബ്ലെൻഡ് ചെയ്യുക, അതായത് ഈ ബ്ലഷും അതേപോലെ തന്നെ ഹൈലൈറ്ററും രണ്ടും കൂടി നല്ല രസമായിട്ട് ബ്ലെൻഡ് ചെയ്താൽ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. നല്ലൊരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ മീതെ നമുക്ക് വിങ് ലൈനർ കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിലും എളുപ്പമാർഗ്ഗം എന്താണെന്ന് അറിയാം, കുറച്ച് കൺസീലർ എടുക്കുക, എന്നിട്ട് ഐ ഷാഡോ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു വര വരയ്ക്കുക, എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടും, വര പോലെ ഇങ്ങനെ കിട്ടും. നമുക്ക് എവിടെയാണ് വിങ് ലൈനർ വരയ്ക്കേണ്ടതെന്നുള്ളൊരു ഗൈഡ് ലൈൻ ആയിട്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഐലൈനർ ഉപയോഗിച്ച് വരയ്ക്കണമെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. പക്ഷേ വിങ് ലൈനറൊക്കെ നമുക്ക് വരയ്ക്കാമെന്ന് പറഞ്ഞാൽ പാടുള്ള കാര്യമാണ്. കുറച്ച് സമയം എടുക്കും, എസ്പെഷ്യലി പ്രാക്ടീസ് ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ, ജസ്റ്റ് ബ്ലാക്ക് ഐ ഷാഡോ എടുക്കുക, ഇതേപോലെ ഒരു വിങ് ക്രിയേറ്റ് ചെയ്യുക, ലൈറ്റായിട്ട് കണ്ണിൻ്റെ മീതെ ഐ ഷാഡോ ഇട്ട് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ്, നല്ല അഫോർഡബിളും ആണ്, വളരെ കോമ്പാക്റ്റും ആണ് NYBയുടെ ഈ ഐ ഷാഡോ. പിന്നെ പേർപ്പിൾ ഇപ്പോൾ സെയിലും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. നമുക്ക് ഒറ്റൊരു പ്രോഡക്റ്റ് വെച്ചിട്ട് എന്തുമാത്രം ലുക്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാല്ലേ. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കണ്ണിൻ്റെ മീതെ ഉണ്ടല്ലോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് വേർട്ടിക്കലി പിടിച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു കോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഒരു കോട്ട് മസ്കാര ഇടാറുള്ളൂ, എസ്പെഷ്യലി ഡെയിലി വെയറിനൊക്കെ ആണെങ്കിൽ അത്രേ വേണ്ടൂ. നമുക്ക് പിന്നെ മാച്ച് കളയാൻ വേണ്ടേ, 3-4 കോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നിൽക്കണ കാണാനായിട്ട്. പക്ഷെ അത് മാച്ച് കളയാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മസ്കാരയും കൂടി ഇട്ട് നമ്മുടെ ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ലുക്ക് എന്ത് പെട്ടെന്നാണ് കഴിയുമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലിപ്സ്റ്റിക് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലും കൂടി ആകുമ്പോൾ ഭയങ്കര സങ്കടം. അതിലൊന്നാണ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് ഒന്നില്ലെങ്കിൽ വളരെ ഡാർക്കാവും, വളരെ ലൈറ്റാവും. പക്ഷേ ഇത് അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ചേരാത്ത പോലെ തോന്നുള്ളൂ കേട്ടോ. ഇത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ശരിക്കും അടിപൊളിയാണ്. ഞാൻ ഇങ്ങനത്തെ ലിപ് ഷെയ്ഡ്സ്, അതായത് ഈ പെർട്ടിക്കുലർ ലിപ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്ന്, ഏത് ഷെയ്ഡാണെന്നുള്ളത്. പക്ഷേ എന്താണെന്നറിയോ, ഇതൊറ്റ ഷെയ്ഡല്ല. നമ്മൾ ഡാർക്ക് ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ലൈറ്റർ ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതാണ്. എവറി ഡേക്ക് പറ്റിയതാണ്. പിന്നെ 2 ലിപ്സ്റ്റിക്കും കൂടി യൂസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി അത് ലിക്വിഡ് ലിപ്സ്റ്റിക്കും അതേപോലെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിലും ലിപ്സ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും.
ലൈക്ക് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും കൂടി ചേർന്ന കാരണം അത്ര ഡ്രൈങ് ആക്കില്ല. അത് മാത്രമല്ല കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡാർക്ക് ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക, ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ലിപ്പിന് നല്ലൊരു ഷേപ്പ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ലിപ്സ് കാണുമ്പോൾ കുറച്ച് നല്ല വലിയ പ്ലം ആയിട്ടുള്ളൊരു ലിപ്സ് ആയിട്ട് തോന്നില്ല. അതിൻ്റെ മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് കുറച്ച് നന്നായിട്ട് ലൈൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓവർ ലൈൻ ചെയ്യണമെന്നില്ല, ഓവറാക്കി കാണുന്ന പോലെ ലൈൻ ചെയ്യണമെന്നില്ല, പകരം ലൈറ്റായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പർബാണ് കേട്ടോ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ വളരെ ലൈറ്റായിട്ടുള്ള വളരെ ലോലമായിട്ടുള്ളൊരു ടിഷ്യൂ എടുക്കാം. അതായത് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഇതെടുക്കണേ, അതായത് ടിഷ്യൂവിന് ഒട്ടും കട്ടി പാടില്ല കേട്ടോ, വളരെ ലൈറ്റായിട്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കീറും, ആ രീതിക്കുള്ള ടിഷ്യൂ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ വെച്ചിട്ട് അതിൻ്റെ മീതെ ഒന്ന് പൗഡർ ഇട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഓയിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുകയും ചെയ്യും. പിന്നെ പൗഡറും കൂടി അതിൻ്റെ മീതയ്ക്ക് വരുമ്പോൾ നല്ല രസമായിട്ട് സെറ്റാകും. അപ്പോൾ നമുക്ക് ലൂസ് പൗഡർ ആണെങ്കിൽ ലൂസ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് മതിയായില്ല, എന്നിട്ട് ആ ഒരു ഗ്ലോ അധികമാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് മീതയ്ക്ക് പിന്നെയും കുറച്ച് കോമ്പാക്ട് പൗഡർ ഇടണമെങ്കിൽ ഇടാം. പക്ഷേ ഇതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു കേട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഡേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഷൂട്ട്സിനൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യണതാണ്. പിന്നെ ലിപ്സ്റ്റിക്കും ഒന്നിങ്ങനെ ടിഷ്യൂ വെച്ചിട്ടൊന്ന് ഡാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫുള്ളി ട്രാൻസ്ഫർ പ്രൂഫ് ആവും. ഇത് കണ്ടോ, ഒട്ടും തന്നെ ട്രാൻസ്ഫർ ഇല്ല എന്നുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് അങ്ങനെ നിൽക്കൂട്ടോ. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, നമുക്ക് ഡെയിലി ചെയ്യാവുന്ന ട്രിക്സാണ്. അപ്പോൾ നമ്മൾ രാവിലെ പുറത്തേക്ക് ഓഫീസിലേക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ലുക്ക് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ തിരിച്ച് വരണ വരെ ഏകദേശം ഈ ഒരു രീതിക്ക് തന്നെ നിൽക്കും. ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ മായില്ല. എസ്പെഷ്യലി നമ്മൾ നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും അതേപോലെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് ഉള്ളിൽ ഇടണതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ രണ്ടും ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത്തിരി അൺകംഫർട്ടബിൾ ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. അടിപൊളി ടെക്നിക്കാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് കുട്ടി വീഡിയോ ആയിരുന്നു. ഇത് കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ എന്നാലും ചില സമയത്ത് ബാക്ക് ടു ബേസിക്സ് പോകണത് നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഈ ഐഷാഡോ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ഡെയിലി ചെയ്യാൻ പറ്റുന്ന അടിപൊളി സിമ്പിൾ ഹാക്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതിൽ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.